ചേട്ടായിമാരെ ഇതാ നമ്മുടെ പടക്കം അനാഥപ്രേതം കിടക്കും പോലെ കിടക്കുന്ന കണ്ടാ, അല്ലെങ്കിൽ പോലീസുകാർ എടുത്തിട്ട് പോകും. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഇന്ന് വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് പൂക്കളം പോലെ നമ്മുടെ ഇപ്പുറത്തെ കടയിൽ, നമ്മുടെ അമ്പാട് കടയിൽ കുറച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കുറച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അവിടുത്തെ കടയ്ക്ക് പോകാൻ. എന്നാലും നമ്മൾ ചെറിയൊരു വീഡിയോസ് നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ ബാക്കി നമ്മൾ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അടുക്കാനുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ധൃതിയിലായതുകൊണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ തിരക്കാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ നല്ല ചന്തക്കാരൻ കൊലയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ അവിടുത്തെ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ട് നമ്മൾ ഈ കടയ്ക്ക് വന്നിട്ടുള്ളൂ. രാവിലത്തെ പണിയുള്ളതാണ്, അടുക്കി വെക്കലും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അടുക്കി സാധനങ്ങളൊക്കെ അടുക്കി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടക്കങ്ങൾ, വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം പടക്കങ്ങൾ, അത്യാവശ്യം ഫ്രൂട്ട്സുകൾ, അത്യാവശ്യം ഫ്രൂട്ട്സ് പറഞ്ഞാൽ പിന്നെ പഴവരിപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കലാപരിപാടിയൊക്കെ അടുക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി ആളുകൾ വരിക, മേടിക്കുക. ഇനി നമ്മൾ അതിനുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. രാവിലെ പല്ല് പോലും തേച്ചിട്ടില്ല, എന്നാലും ഒരു പഴം കഴിക്കണം, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ആ ചെറുതൊരു ലൈമും പറഞ്ഞിട്ടുണ്ട്, അത് മേടിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും മറ്റേ നാളെ കേൾക്കാം. ഇന്ന് വിഷു കഴിഞ്ഞിട്ട് നാളെ അവർക്ക് കൊല്ലം വരെ വെയിറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വിഷു പ്രമാണിച്ച് ഒരിക്കലും നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി വിഷു ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും നമ്മുടെ ഹാപ്പി വിഷു ഒരിക്കൽ കൂടി നേരാണ്, ആശംസകൾ നേരുന്നു. അപ്പോൾ ഇനി എല്ലാവരും വിഷു പടക്കങ്ങളും ഒക്കെ പൊട്ടിച്ച് നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അടിപൊളി കണിയൊക്കെ വെച്ച് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഞങ്ങളും അതുപോലെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സമയം മാക്സിമം, ഞങ്ങൾക്ക് വിൽക്കൽ മാത്രമാണ്. ഞങ്ങൾക്ക് ഈ സാധനം ലൈവ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സാധനം വിൽക്കലാണ് നമ്മുടെ പരിപാടി. അതാണ് നമ്മുടെ വിഷു. നമ്മുടെ എല്ലാം വിറ്റ് കാലിയാക്കിയിട്ട് നമ്മൾ വിഷു ആഘോഷിച്ചു. വിറ്റ് കാലിയാക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിഷു പൊട്ടിയെന്നാണ് അർത്ഥം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ ഈ പഴം കഴിക്കട്ടെ, ഇത് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബായ്. ആ മാങ്ങ 120 രൂപ. ഈ സാധനം വില ജാസ്തിയാണ്. മാങ്ങ മാത്രം മതി, വേണ്ടത് എടുത്തോളൂ. അതെ ചേട്ടായിമാരെ, നമ്മളെ മാങ്ങ മേടിക്കാനായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ സിനിമ സ്റ്റാർ വന്നിട്ടുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആളാണ്. എന്താ വെച്ചാൽ മെഗാസ്റ്റാർ തന്നെ ഭാവിയിൽ എല്ലാം ഒന്നുമില്ല. ആൾ ഷോർട്ട് സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ വേണമെങ്കിൽ എണ്ണി പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഞെട്ടും. അപ്പോൾ പുള്ളിക്കാരൻ ഈ വഴി വന്നാണ്. പിന്നെ പുള്ളിക്കാരൻ കുറച്ചായിട്ട് സൈലൻ്റ്, എന്താ അറിയോ, ആളുടെ അമ്മ മരണപ്പെട്ടത് കൊണ്ട് പുള്ളിക്കാരൻ കുറച്ചായിട്ട് കമ്പനികൾക്കൊന്നും ഇല്ല, അതുകൊണ്ട് സൈലൻ്റായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വിഷയമായിട്ട് ഇപ്പോൾ ആളുടെ ചങ്ങാതിനെ വിടാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കടയിൽ കയറി. അപ്പോഴാണ് ഞാൻ മാഷേ നമ്മൾ കുറേ ആയല്ലോ കമ്പനിയൊക്കെ കൂടിയിട്ട് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ ഒരു കിലോ മാങ്ങ എടുപ്പ് പറഞ്ഞു. ഓ ശരി, എന്നാൽ മാങ്ങ എടുത്തോളൂ പറഞ്ഞ് പാത്രം കൈ കൊടുത്തിട്ട് ആൾ പെറുക്കാണ്. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ ഈ സംഭാഷണ കാര്യങ്ങളും. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പടക്ക കച്ചവടം സ്പെഷ്യൽ പൊളിഞ്ഞു.
രാവിലെ അവിടെ പടക്കം അടുക്കി വെച്ചതിൻ്റെ എല്ലാം പോലീസുകാരെ എടുത്തിട്ട് പോയി കളക്ടറിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞിട്ട് സകല പടക്കത്തിനെയും വാരിയിട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ പടക്കം അവർ വാരുമ്പോഴേക്കും ഞാൻ വാരി വേഗം പെട്ടി വണ്ടിയിൽ എടുത്തിട്ടു. അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ചേട്ടായിമാരെ ഇതാ നമ്മുടെ പടക്കം അനാഥപ്രേതം കിടക്കും പോലെ കിടക്കുന്ന കണ്ടാ ഒന്നും പറയണ്ട. ടാർപ്പായിട്ട് മൂടിയതാണ്. മഴയും കാര്യങ്ങളൊക്കെ ഏകദേശം ലെവലിൽ വരുന്നുണ്ട്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും രാവിലെ എണിച്ച് അങ്ങോട്ട് എടുത്തിട്ട് അവിടെ എടുത്തിട്ടതാണ്. വേറെ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ പോലീസുകാർ എടുത്തിട്ട് പോകും. അപ്പം നമ്മൾ അവരെന്തായാലും എടുത്തിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ ചടകടകടാന്ന് എടുത്തുകൊണ്ട് വേഗം പെട്ടി വണ്ടിയിലേക്ക് പെറുക്കിയിട്ടാണ്. എന്താണ് നല്ല അടിപൊളി പൂക്കുറ്റിയൊക്കെയാണ്. അഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം ആരെങ്കിലും വന്നാൽ വിറ്റാ വിറ്റു, ഇല്ലെങ്കിൽ ഇനി അത് വിൽക്കാൻ പറ്റുമോ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. വിൽക്കാൻ പറ്റിയ ആരെങ്കിലും ചുളുവി കൊടുക്കും, ഇല്ല പറഞ്ഞാൽ ഒക്കെ കൂടി കൂട്ടി കത്തിക്കാനുള്ള പരിപാടി മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പൊട്ടലാണല്ലോ. എന്തായാലും പൊട്ടലാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാഷ് ഒരിക്കൽ കൂടി പറയുന്നത്. ഇതാണ് ആള്. അപ്പോൾ ഹായ്. അപ്പോൾ പുള്ളിക്കാരൻ മാങ്ങ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അപ്പോൾ പറഞ്ഞത് എന്തായാലും പൊട്ടലാണല്ലോ എന്ന്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ഇപ്രാവശ്യം വിഷു എന്തായാലും നമ്മൾ പൊട്ടിക്കുന്നുള്ളൂ. 4 മണിക്ക് വീട്ടിലിരുന്ന് പൊട്ടിച്ചപ്പോൾ അതന്നെ രാവിലെ 4 മണിക്ക് വീട്ടിലിരുന്ന് പൊട്ടിച്ചാൽ ആരും നമ്മൾ ചോദിക്കണത് എന്നാണ് പറയുന്നത്. ഒന്നാന്തരം പാലക്കാടൻ ഭാഷ അറിയാലോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പടക്കങ്ങൾ കാര്യങ്ങൾ പടക്കം മാറി. ഫ്രൂട്ട്സ് അത്യാവശ്യം അങ്ങനെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വന്നുകൊണ്ട് ഇപ്പോൾ ഇത്തിരി ചെറിയ ഒഴിവ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും. ഇനി ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം തിരക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കപ്പോൾ ബാക്കി നോക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞു. സാധനം രാവിലെ കൊണ്ടുവന്നെല്ലാം അടുക്കി സെറ്റ് ചെയ്ത് നമ്മളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പടക്കം കാര്യങ്ങൾ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ. ഇനി ഈ സാധനം മേടിക്കാനുള്ള ചേട്ടായിമാർ വരണം. വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷു പൊളിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ മഴ പെയ്യാനുള്ള നല്ല സെറ്റപ്പ് ഉണ്ട്. ഇന്നലെ മഴ നമ്മൾ വിചാരിച്ചു പെയ്യോ പെയ്യില്ലയോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ രാത്രി മഴ കലക്കിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഇന്ന് മഴ കലക്കി കഴിഞ്ഞാൽ അത് അതിലേറെ ഉപരിയാവും. അപ്പം നമ്മളത് എന്താവുന്നുള്ളതൊന്നും അറിയില്ല. നമുക്കത് അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാം. അപ്പം നമ്മൾ ഇപ്പോഴോ നമ്മുടെ സാധനങ്ങൾ അടുക്കി വെച്ചതൊക്കെ നമ്മൾ വിൽക്കാനുള്ള പരിപാടി നോക്കട്ടെ. വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വിഷു അടിച്ച് പൊളിക്കും. വിറ്റില്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ പോകും. അതങ്ങനെയാണ്. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കലാപരിപാടി ഫ്രൂട്ട്സിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 12:30 ആയിട്ട് നമ്മുടെ പരിപാടി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് കഴിഞ്ഞ് വേസ്റ്റ് സംഭവമാണ് ഈ കിടക്കുന്നത്. ഇതിനെയൊക്കെ കൂടി വാരി കൂട്ടി നമ്മളെടുത്ത് സെറ്റ് ചെയ്തിട്ട് വണ്ടിയിലെടുത്തിട്ട് ഇനി പോവാണ്. ഓക്കെ.